സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ അജ്ഞാതൻ്റെ വരവും പോക്കും. എഴുതിയത് KN പ്രശാന്ത്. നടരാജനെ അന്വേഷിച്ചിറങ്ങിയവർ അന്നു രാവിലെ എല്ലാ വാതിലുകളിലും മുട്ടി. എന്തുറക്കടാ റഫീക്കെ, നീ അറിഞ്ഞിനാ? ആ പ്രാന്തൻ നടരാജൻ നമ്മളെ ഭക്തവത്സലൻ മാഷയ്ക്ക് പണി കൊടുത്തു. കരിങ്കല്ലോണ്ട് തലക്ക് കൊടുത്തിനീന്നാന്ന് കേട്ടത്. നീ വേഗം വന്നേ, ഓനെ എത്രയും പെട്ടെന്ന് പിടിക്കണം. അവരിലൊരാൾ വാതിൽക്കൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവസാനമായി വാതിലിൽ ശക്തിയിൽ ഒരിടി കൊടുത്ത് അയാൾ ആളുകൾക്കു പിറകെ ഓടുന്നത് പാതി ഉറക്കത്തിൽ ഞാൻ കേട്ടു. വൈകി ഉറങ്ങിയതു കാരണം കണ്ണുകളിൽ ഉറക്കം കനത്തിട്ടും മുഖം കഴുകിയെന്നാക്കി ഞാൻ അവർക്കു പിറകെ പോകാൻ തീരുമാനിച്ചു. തണുപ്പുകാലമായിരുന്നു. പുകമഞ്ഞ് തെളിയുന്നതേയുള്ളൂ. സന്ധ്യ കഴിഞ്ഞാൽ കൂളിക്കുന്നിലേക്ക് തണുപ്പ് കയറി വന്ന് പുലരാറാകും വരെ ചുറഞ്ഞു നിൽക്കും. പറമ്പുകളിലെ കൂറ്റൻ മരങ്ങളുണ്ടാക്കുന്ന പ്രത്യേക ഇരുട്ട് അതിനു കൂടുതൽ നിഗൂഢതയുണ്ടാക്കും. വെളി വരും വരെ ആ പുകമറയ്ക്കുള്ളിലാണ് ഞങ്ങളുടെ ജീവിതം. അങ്ങനെയൊരു വെളുപ്പിനായിരുന്നു അത് സംഭവിച്ചത്. അന്ന് മുഴുവൻ വെകിളി പിടിച്ചതുപോലെ ആളുകൾ നടരാജനെയും തേടി നടന്നെങ്കിലും അയാൾ മാഞ്ഞുപോയിരുന്നു. ഞങ്ങൾ ചെന്നതിനു ശേഷവും മാഷ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. ചെറിയ അപമാനം പോലും സഹിക്കാൻ പറ്റാത്ത വലിയ തറവാടിയാണ് അദ്ദേഹം. കൂർത്ത കല്ല് മുഖത്തിനു നേരെ പിടിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന് അന്വേഷിച്ചു വന്ന പോലീസുകാർക്ക് അയാൾ ജനലിലൂടെ എഴുതി നൽകി. അപകട സമയത്ത് കൂടെയുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലേഖ ടീച്ചർ വലിയ ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെ മുറ്റത്ത് ചെടികൾ നനയ്ക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് എന്നത്തെയും പോലെ ചെറിയ ഒരു ചിരി വിടരാതെ നിന്നു. പണ്ട് കൂളിക്കുന്ന് നിറയെ ഇന്നുള്ളതിലുമിരട്ടി മരങ്ങളും മൃഗങ്ങളും പക്ഷികളും ഉണ്ടായിരുന്നത്രേ. ഇക്കേരി നായ്ക്കന്മാരുടെ കാലത്ത് ബേക്കൽ കോട്ട പണിയാൻ മൈസൂരിൽ നിന്നും കുടകിൽ നിന്നും കാളവണ്ടികളിലും കാൽനടയായും വന്നവരാണ് കുന്നുമ്മലെ ആദ്യത്തെ താമസക്കാർ. അവർ പണിത കെട്ടിടങ്ങളുടെ ശേഷിപ്പുകൾ കുന്നിൻ്റെ പടിഞ്ഞാറുഭാഗത്ത് തകർന്ന ശവക്കോട്ടകൾ പോലെ കിടന്നു. അതിൻ്റെ രൂപം എന്തായിരുന്നു എന്നറിയില്ലെങ്കിലും തകർന്ന ആ കൽക്കെട്ടുകളെ കൊട്ടാരമെന്ന് വിളിച്ചു വന്നു. വാഴക്കാട്ടുമനക്കാരുടെ ഭരണകാലമായപ്പോഴേക്കും എൻ്റെ ഉപ്പൂപ്പാൻ്റെ ഉപ്പ അന്ത്രൂഞ്ഞി ബീരിയെപ്പോലെ കുറച്ചുപേർ കുന്നിൽ താമസമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സുബ്രഹ്മണ്യത്തെ വാണച്ചന്തയിൽ നിന്നും മൂരികളെ വാങ്ങാൻ പോയ അമ്പലത്തറയിലെ വാണിയർക്കൊപ്പം ഭക്തവത്സലൻ മാഷിൻ്റെ മുതുമുത്തശ്ശൻ അമ്പൂക്കൻ തുളുനാട്ടിൽ നിന്നും വന്നത്. വാഴക്കാട്ടില്ലക്കാരെ സ്വാധീനിച്ച് അയാൾ ഇല്ലത്തെ കാര്യസ്ഥനായി കടന്നുകൂടുകയും അടിയാന്മാരെയും കുടിയാന്മാരെയും കാര്യമായി പീഡിപ്പിക്കുകയും ചെയ്തു. അതിനു പ്രതിഫലമായി ഇല്ലത്തുനിന്നും കാണുന്ന കൂളിക്കുന്നിൻ്റെ ഒരു ഭാഗം അന്നത്തെ എംബ്രാശൻ അമ്പൂക്കന് ദാനമായി കൊടുത്തു എന്നാണ് കഥ. ഇല്ലത്തുവച്ച് നിന്ന നിൽപ്പിൽ മൂക്കുകൊണ്ടളന്നു കൊടുത്തതായതിനാൽ അമ്പൂക്കൻ കൈക്കലാക്കിയ വസ്തു മൂക്കൻ വളപ്പെന്ന് അറിയപ്പെട്ടു. ആ കാലം മുതൽക്കുള്ള കഥകൾ കേട്ടാണ് ഞങ്ങൾ ഇത്രയുമായത്. അതുകൊണ്ടാവണം ഭക്തവത്സലൻ മാഷ് ആക്രമിക്കപ്പെട്ട വാർത്ത കേട്ടപ്പോൾ വിഷമവും സഹതാപവും തോന്നിയവർ വളരെ കുറവായിരുന്നു. ചരിത്രബോധമുള്ള ചില ജൻസികൾ വാർത്തയ്ക്ക് താഴെ കണക്കായി പോയി എന്നുവരെ കമൻ്റ് ചെയ്തു. ആരോടും മിണ്ടാൻ കൂട്ടാക്കിയില്ലെങ്കിലും എന്നെ കണ്ടപ്പോൾ ടീച്ചർ നന നിർത്തി അടുത്തേക്ക് വന്നു. ജീവൻ പോയിന്നെന്നെ ആദ്യം ഞാൻ വിചാരിച്ചു. അപ്പോഴും ടീച്ചറിൻ്റെ മുഖത്ത് അതേ ചിരി തങ്ങി നിന്നു. നടരാജൻ ഒരു അക്രമകാരിയാണെന്ന് ടീച്ചർ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നി. ഞാനും അത് വിശ്വസിച്ചില്ല. അത് കൂളിക്കുന്നിലെ മറ്റൊരു ഭ്രാന്തൻ എൻ്റെ ഉപ്പ മമ്മൂഞ്ഞി ആയതുകൊണ്ടുള്ള സഹതാപമൊന്നുമായിരുന്നില്ല. അയാൾ കൂളിക്കുന്നിലെത്തിയ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. തൂവെള്ള നിറത്തിലുള്ള മുണ്ടും ഷർട്ടുമിട്ടാണ് അയാൾ വന്നത്. നെറ്റിയിൽ നിറയെ ഭസ്മക്കുറിയും ക്ഷൗരം ചെയ്ത തലയിൽ കളഭവും. കണ്ണുകൾ വർഷങ്ങളായി ഇരുട്ടറയിൽ ഇരുന്നയാളുടേതുപോലെ കുഴിഞ്ഞു പോയിരുന്നെങ്കിലും നേർക്കുനേരെ വന്നപ്പോൾ അവയുടെ മൂർച്ച തട്ടി ഞങ്ങൾക്ക് മുറിഞ്ഞു. കാലങ്ങളായി വേലുകൊണ്ടതിനാലാകണം ശരീരം കാപ്പിപ്പൊടിയുടെ നിറമായിരുന്നു. വടിച്ച തലയും മുഖവും കണ്ട് അയാൾ പളനിയിൽ നിന്നോ തിരുപ്പതിയിൽ നിന്നോ ദൈവത്തിനു മുടിയും കൊടുത്തുവരുന്ന ഒരു ഭക്തനാണെന്ന് ഞങ്ങൾ ഊഹിച്ചു. കലാസമിതിയുടെ വാർഷിക ദിവസമായിരുന്നു. നാടകത്തിനായി ഇരുട്ട് മൂക്കും മുൻപ് ഞങ്ങളെല്ലാവരും മേക്കപ്പിട്ട് റെഡിയായെങ്കിലും
നടിയായ വെളിച്ചംതോട് സോനയെ തേടിപ്പോയ വണ്ടി എത്താത്തത് കാരണം കളി തുടങ്ങാൻ പാതിര കഴിഞ്ഞു. ആളുകൾ പകുതി ഉറങ്ങിയും തെറി പറഞ്ഞും ആദ്യമൊക്കെ ക്ഷമയോടെ കാത്തിരുന്നെങ്കിലും പിന്നെ പിന്നെ സഹികെട്ട് കൂവാൻ തുടങ്ങി. അതിനിടയിലേക്കാണ് സോനയെയും കൊണ്ടുള്ള കാറ് വന്നു നിന്നത്. സംവിധായകൻ മൂക്കൻ വളപ്പിൽ വിശ്വജിത്ത് എന്ന ജിത്തിൻ്റെയും കലാസമിതി സെക്രട്ടറി ചിപ്ലി സുമേഷിൻ്റെയും നടുവിൽ ഞെരുങ്ങിയിരുന്ന സോന കരയുന്നുണ്ടായിരുന്നു. അത് എന്തിനെന്ന് എനിക്ക് മനസ്സിലായില്ല. തുടങ്ങ ജിത്ത് കാറിൽ നിന്നും വെളിയിലേക്ക് ചാടി എല്ലാവരെയും തെറിവിളിച്ചുകൊണ്ട് ഗ്രീൻ റൂമിലേക്ക് കയറി. കൂളിക്കുന്ന് ഝാൻസി റാണി കലാസമിതി അവതരിപ്പിക്കുന്ന നാടകം തിരുമ്പി വന്താൻ തമ്പി. വിശ്വജിത്തിൻ്റെ ചിലമ്പിച്ച ശബ്ദം കുന്നിൻ്റെ 4 ഭാഗത്തും അലയടിച്ചു. പക്ഷേ കളി തീരെ ഉഷാറായില്ല. സോന എല്ലാ രംഗങ്ങളിലും വൻ ശോകമായിരുന്നു. പകുതിയായപ്പോൾ തന്നെ നിർത്താതെ കൂവിയ ശേഷം ആളുകൾ നാടകത്തെ ഉപേക്ഷിച്ച് വീടുകളിലേക്ക് പോകാൻ തുടങ്ങി. കേട്ടൻ വീണപ്പോൾ ദൂരെ ഇരുട്ടിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്നൊഴിച്ചാൽ പാറപ്പരപ്പ് ശൂന്യമായിരുന്നു. പുലരാൻ വളരെ കുറച്ചു സമയം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ക്ഷീണം കാരണം ഞങ്ങൾ കലാസമിതിയുടെ ബെഞ്ചുകളിലും മേശമേലും നിലത്തുമൊക്കെയായി ഉറങ്ങാൻ കിടന്നു. പലരും കിടന്നയുടൻ ഉറങ്ങിപ്പോയി. പെട്ടെന്നൊരു നിലവിളി കേട്ട് ഞാൻ ഞെട്ടിയുണർന്നു. അമ്പരപ്പിൽ ആ കരച്ചിൽ വന്നത് എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബോധം വന്നപ്പോൾ കലാസമിതിയുടെ ഓഫീസ് മുറിയിൽ പലവിധ പരിപാടികളുടെ നോട്ടീസുകളും പൊളിഞ്ഞ ഒരു കസേരയും കഴിഞ്ഞുള്ള സ്ഥലത്ത് പരിപാടിയുടെ ഫ്ലക്സ് വിരിച്ചു കിടന്ന സോനയെ ആരോ കയറി പിടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. ലൈറ്റിട്ടപ്പോൾ ഉറക്കം തടസ്സപ്പെട്ടവർ എൻ്റെ തന്തയ്ക്ക് പറഞ്ഞു. അകത്ത് ജിത്താണെന്ന് ഉറപ്പാണെങ്കിലും ആരും അത് പറഞ്ഞില്ല. അയാൾ കൂളിക്കുന്നിലെ ഒരേയൊരു സംവിധായകനും മൂക്കൻ വളപ്പിൽ തറവാട്ടുകാരനുമാണ്. സോനയെപ്പോലുള്ള നടിമാരെ കൊണ്ടുവരുന്നതും മുഴുവൻ ചെലവ് വഹിക്കുന്നതും സംവിധായകനാണ്. പിന്നെന്തിന് വെറുതെ കയറി ഇടപെട്ട് അയാളെ പിണക്കുന്നു? അതൊക്കെ ജിത്തിൻ്റെ കുസൃതിയാണെന്ന് സമാധാനിച്ച് കൈകൾ തുടകൾക്കിടയിലേക്ക് തിരുകി വെളിച്ചമണച്ച് ഞങ്ങൾ കിടന്നു. പെട്ടെന്നാണ് അതുണ്ടായത്. ഇരുട്ടിലൂടെ ഒരാൾ കയറി വന്ന് ഓഫീസ് മുറിയുടെ ബലം കുറഞ്ഞ വാതിൽ ഒറ്റ ചവിട്ടിന് 2 തുണ്ടമാക്കിയ ശേഷം കൂളിക്കുന്നിലെ ഒരേയൊരു നാടക സംവിധായകനെ ഇടതുകൈ കൊണ്ട് എടുത്തുയർത്തി വെളിയിലേക്കെറിഞ്ഞു. കൃശഗാത്രനും കയർത്തു മാത്രം സംസാരിക്കാൻ അറിയുന്നവനുമായ ജിത്ത് ഒരു കുളയട്ടയെപ്പോലെ അല്പസമയം വെറും നിലത്ത് ചുരുണ്ടു കിടന്ന ശേഷം എഴുന്നേറ്റ് നിലവിളിച്ചുകൊണ്ടോടിപ്പോയി. മുറിയിൽ കാൽമുട്ടുകൾ നെഞ്ചോട് ചേർത്തു പിടിച്ച് വിറച്ച് പാവം സോന ചുമരിനോട് ചേർന്നിരിക്കുന്നത് കണ്ട് എനിക്ക് കരച്ചിൽ വന്നു. ജിത്തിനെ അവൾ പ്രതിരോധിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി. കരുത്തുള്ള പെണ്ണാണ് സോന, കുഞ്ഞുഗോപാലേട്ടൻ നാടകശബ്ദത്തിൽ പറഞ്ഞു. ഹാളിലെ ഒഴിഞ്ഞ ബെഞ്ചിലേക്ക് ആഗതൻ കൈ ചൂണ്ടിയപ്പോൾ സോന അബോധാവസ്ഥയിൽ എന്ന പോലെ അതിനു നേർക്ക് നടന്നു. എന്നെ കടന്നുപോയപ്പോൾ ഞാൻ പ്രണയപൂർവ്വം അവളെ നോക്കി. എൻ്റെ തൊണ്ടയിൽ നിന്നും സോ എന്ന ശബ്ദം പുറത്തു വന്നു. കിടക്കാൻ പോകുന്ന ബെഞ്ചിലിരിക്കുമ്പോൾ അവൾ എൻ്റെ നേർക്ക് കാറിക്കിച്ചൊരു തുപ്പ് തുപ്പി. ഉണരുമ്പോൾ എനിക്കു താഴെ വെറും നിലത്ത് അയാൾ നീണ്ടു നിവർന്നു കിടക്കുകയായിരുന്നു. ആ നെഞ്ച് കാതലൊത്ത ഏതോ കാട്ടുമരം കൊണ്ട് കടഞ്ഞുണ്ടാക്കിയതാണെന്ന് തോന്നി. അയാളുടെ തലയോട്ടിയിൽ വടിക്കുന്നതിനിടയിലുണ്ടായ ചെറിയ മുറിവ് കളഭത്തിൽ പൊതിഞ്ഞ് പൊറ്റകെട്ടി കിടന്നു. വെള്ള ഷർട്ടിലും മുണ്ടിലും നിലത്തെ പൊടി പടർന്നിട്ടുണ്ട്. അത്രയും ശാന്തമായി ഒരു മനുഷ്യൻ ഉറങ്ങാൻ പറ്റുമോ? ഞാൻ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റു. സോന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിരലുറഞ്ചിക്കൊണ്ട് കിടപ്പുണ്ടായിരുന്നു. ഉറക്കത്തിൽ ഇടയ്ക്കിടെ അവൾ കരയുന്നതായി തോന്നി. ഞാൻ ആ മുഖത്തു നോക്കി കുറച്ചുനേരം നിന്നു. വെളിച്ചം തോട് സോന, നാടകത്തിൽ എൻ്റെ സഹനടി. പക്ഷേ ഉണർന്നിരിക്കുമ്പോൾ അവളുടെ മുഖത്ത് നോക്കാനോ സംസാരിക്കാനോ എനിക്ക് കഴിയുന്നില്ല. ഈ അവസ്ഥയാണോ പ്രേമം? ഇടയ്ക്ക് തിരിഞ്ഞു കിടന്നപ്പോൾ അവളുടെ മാറുമറച്ച തുണിക്ക് സ്ഥാനചലനമുണ്ടായി. എന്നിലെ മൃഗത്തിന് അവിടെ തൊടാൻ തോന്നിയെങ്കിലും നിലത്തുകിടക്കുന്ന മനുഷ്യൻ്റെ നിശ്വാസങ്ങൾ എന്നെ ഭയപ്പെടുത്തി. അയാൾ എവിടെ നിന്നാണ് വന്നത്? അയാളുടെ ഭാഷ എന്തായിരിക്കും? ഞാൻ പുറത്തേക്കിറങ്ങി തെച്ചിപ്പൊന്തയിലേക്ക് മൂത്രമൊഴിച്ചു. കലാസമിതിയുടെ ഇറയം വരെ മൂർച്ചയുള്ള വെയിൽ വന്നിരുന്നു. പുറത്തുനിന്ന് ചില്ലുജനാലയിലൂടെ ഞാൻ അകത്ത് കിടന്നവരെ നോക്കി. വെയിലിൽ തിളങ്ങുന്ന മരബെഞ്ചുകളും ആളുകൾ നടന്നു പൊടിപിടിച്ച നിലവും ശൂന്യമായിരുന്നു. പേടിയോടെ ഞാൻ അകത്ത് കയറി. ആളുകൾ എന്നെ കളിപ്പിക്കുന്നതാണോ?
ഞാൻ അവിടെയൊക്കെ ഒരു മണ്ടനെ പോലെ തിരഞ്ഞു. പുറത്ത് വിശാലമായ പാറപ്പരപ്പിനെ വെയിൽ പൊള്ളിക്കാൻ തുടങ്ങിയിരുന്നു. ദൂരെ മരീചിക പോലെ ഉയരുന്ന ചൂടുവായുവിലൂടെ ഉരുകുന്ന 2 മനുഷ്യരൂപങ്ങൾ നടന്നു പോകുന്നുണ്ടോ? അതോ എല്ലാം എൻ്റെ തോന്നലാണോ? ഞാൻ തണലു പിടിച്ച് വീട്ടിലേക്ക് നടന്നു. അങ്ങനെയായിരുന്നു അയാളുടെ രംഗപ്രവേശം. പിറ്റേന്നു മുതൽ അയാൾ കൂളിക്കുന്നുകാരനായി. കാളരാത്രി അമ്പലത്തിൻ്റെ പടിപ്പുരയിലും അമ്പലക്കാരൻ്റെ ചായപീടികയുടെ കോലായിലും ഇക്കിരാൻ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലും അയാളെ കാണാൻ തുടങ്ങി. ആരോടും മിണ്ടാതെ, ആരെയും ഗൗനിക്കാതെ ഒരനുഷ്ഠാനം പോലെ അയാൾ പകൽ മുഴുവൻ കുന്നു ചുറ്റി നടന്നു. ആളുകൾ അയാൾ ആരെന്നന്വേഷിക്കാൻ ശ്രമിച്ചെങ്കിലും കാര്യമൊന്നുമുണ്ടായില്ല. അയാളുടെ ശബ്ദം ഞങ്ങൾ ആരും കേട്ടില്ല. നടത്തമാണ് അയാളെ ജീവിപ്പിക്കുന്നത് എന്നതുപോലെ അയാൾ നടന്നുകൊണ്ടിരുന്നു. ആരോ അയാൾക്ക് നടരാജൻ എന്നു പേരിട്ടു. ആരാണ് ആദ്യം വിളിച്ചതെന്ന് ഓർമ്മയില്ലെങ്കിലും വളരെ പെട്ടെന്ന് കൂളിക്കുന്നുകാർ ആ പേര് ഏറ്റെടുത്തു. എങ്കിലും അയാളെ ഭ്രാന്തൻ എന്നു വിളിക്കാൻ ആളുകൾക്ക് ചെറിയ ഭയമുള്ളതുപോലെ തോന്നി. അതിനു പ്രധാന കാരണം അയാൾ വന്നതിനുശേഷം കൂളിക്കുന്നിലെ ചുവരുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ ചിത്രങ്ങളും എഴുത്തുകളുമായിരുന്നു. നടത്തം തുടങ്ങുന്നതിനു മുൻപാണോ ശേഷമാണോ അയാൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത് എന്നറിയാൻ ഞങ്ങൾ ശ്രമിച്ചെങ്കിലും വരയ്ക്കാതെ തന്നെ അയാൾ പോയി കഴിഞ്ഞാൽ ചുവരുകളിൽ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. രാത്രികളിൽ കലാസമിതിയിൽ ആളൊഴിയുന്നതും കാത്ത് അയാൾ പാറപ്പരപ്പിൽ ആകാശം നോക്കിയിരുന്നു. ആളൊഴിഞ്ഞാൽ ആദ്യ ദിവസത്തിന്റെ ഓർമ്മയിലായിരിക്കണം അയാൾ കലാസമിതിയുടെ ഇറയത്തെ ബെഞ്ചിലോ തറയിലോ നീണ്ടു നിവർന്നു കിടന്നുറങ്ങി. അങ്ങനെ ഒരു രാത്രി നിലാവ് തൂവുന്ന പാറയിൽ അയാളുടെ നിഴൽ കണ്ടപ്പോൾ നാടക ദിവസത്തെ സംഭവം ഞാൻ ആളുകളെ ഓർമ്മിപ്പിച്ചു. എന്റെ പറച്ചിൽ കേട്ട് ചുറ്റും കൂടിയവർ അവിശ്വാസത്തോടെ നോക്കി. വെളിച്ചം തോട് സോന അന്ന് രാത്രി തന്നെ പോയെന്ന് ചിപ്ലി വാശി പിടിച്ചു. ഞാൻ അന്നത്തെ സംഭവങ്ങൾ വിവരിച്ചപ്പോൾ എല്ലാവരും ചേർന്ന് എന്നെ കളിയാക്കാൻ തുടങ്ങി. അവർക്കെല്ലാം അറിയുന്ന കാലം മുതൽ നടരാജൻ കൂളിക്കുന്നിലുണ്ടെന്ന് അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. എല്ലാവർക്കുമിടയിൽ സത്യസന്ധനെന്ന് പരക്കെ അറിയപ്പെടുന്ന മൂലക്കലെ സത്യദേവ്, അവന്റെ അച്ഛൻ അമ്പലക്കാരൻ തമ്പാൻ ചായക്കട തുടങ്ങിയ കാലത്തു തന്നെ നടരാജൻ സ്ഥിരമായി ചായ കുടിക്കാൻ ചെല്ലാറുണ്ടെന്നും അന്നു രാത്രി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞതോടെ എല്ലാവരും എന്നെ പുച്ഛത്തോടെ നോക്കാൻ തുടങ്ങി. നിന്റെ ഉപ്പാന്റെ പ്രാന്ത് നിനക്കും കിട്ടിയോ റഫീക്കേ? കുഞ്ഞിഗോപാലേട്ടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേൾക്കുമ്പോഴൊക്കെ വരാറുള്ള കരച്ചിൽ എൻ്റെ തൊണ്ടയിൽ കനത്തു. ഇരുട്ടിലിരിക്കുന്ന ആ രൂപത്തിനോട് ചോദിക്ക്, അയാൾക്ക് എല്ലാം അറിയാം എന്നു പറയാൻ തോന്നിയെങ്കിലും ഞാൻ ഒന്നും മിണ്ടാതെ പുറത്തിറങ്ങി. കൂളിക്കുന്നിൽ അന്നോളമുണ്ടായിരുന്ന ഭ്രാന്തന്മാരെക്കുറിച്ചുള്ള കണക്കെടുപ്പ് പിറകിൽ കേട്ടു. അവസാനമായി അവർ എൻ്റെ പേര് പറയുമെന്ന് ഭയന്ന് ഞാൻ വേഗം വീട്ടിലേക്ക് നടന്നു. പിറ്റേന്ന് കലാസമിതിയുടെ ചുവരിൽ പച്ചിലയും കരിയും ചേർത്ത് വരച്ച ചിത്രം കണ്ട് ആളുകൾ അതിനു ചുറ്റും കൂടി നിന്നു. പക്ഷേ ചർച്ചയായത് ആ ചിത്രമല്ല. അതിനു താഴെ കുങ്കുമക്കായയുടെ ചോര നിറത്തിൽ മൂക്കൻ വളപ്പിൽ എരപ്പച്ച ചോര കുടിക്കും, ചാത്തപ്പ കൊടല് വലിക്കും, നോക്കിക്കോ എന്ന് എത്തക്കുത്തനെ എഴുതിയതാണ്. അടുത്തുനിന്ന് നോക്കിയാൽ ഒരു മനുഷ്യനും ദൂരെ നിന്ന് നോക്കിയാൽ ഒരു ചെന്നായയുമാണ് ചിത്രത്തിലെന്ന് ആളുകൾക്ക് തോന്നി. ഭക്തവത്സലൻ മാഷിനെ കുറിച്ചാണ് പരക്കെ സംസാരമുണ്ടായതെങ്കിലും വിശ്വജിത്തുമായി അതിനു ബന്ധമുണ്ടെന്നും വെളിച്ചം തോട് സോനയോടുള്ള പ്രേമം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏതോ പാവം എഴുതിയതാണ് അതെന്നും ഞാൻ വിശ്വസിച്ചു. ഒരു വേള ഞാൻ എന്നെ തന്നെ സംശയിച്ചു. ആൾക്കൂട്ടത്തിനു നടുവിൽ ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന 2 പേരുടെ ചിത്രം പാൽ സൊസൈറ്റിയുടെ ചുമരിൽ പ്രത്യക്ഷപ്പെട്ട ദിവസം വരെ എല്ലാം ശാന്തമായിരുന്നു. ചിത്രത്തിലെ മനുഷ്യരിൽ നിന്നും ഒഴുകിയ ചോര ചെന്നു നിൽക്കുന്നിടത്ത് ചോരയുടെ കണക്ക് ചോരയോണ്ടെന്നെ തീരണം എന്നെഴുതി ശ്രീ എന്ന് ഒപ്പിട്ടിരിക്കുന്നു. അതിനു താഴെ ആ ചിത്രത്തിനു പേരു കൊടുത്ത പോലെ സേഡു എന്നു വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു. അതിൻ്റെ അർത്ഥമറിയാതെ ഞങ്ങൾ ആ വാക്കിൻ്റെ നിർവികാരതയ്ക്കു മുന്നിൽ പകച്ചു നിന്നു. തീ നിറത്തിലുള്ള ആ എഴുത്ത് കൂളിക്കുന്നിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ദിവസം കൊട്ടാരപ്പറമ്പിലെ കാടും പടലും വെട്ടിത്തീയിട്ട് നടരാജൻ കിടപ്പ് അങ്ങോട്ട് മാറ്റി. അപ്പോഴേക്കും അയാളുടെ വെള്ള വസ്ത്രങ്ങൾ മൺനിറമാവുകയും മുടി തോൾ വരെ വളരുകയും ചെയ്തിരുന്നു. നെഞ്ചുവരെ എത്തിയ അയാളുടെ താടിയിൽ ചെളിപുരണ്ട ഒരു ലഗോൺ കോഴിയുണ്ടെന്ന് തോന്നി. അയാളെ ഒരാട്ടിൻകുട്ടിയെപ്പോലെ നാറി.
ഇക്കിരാൻ കൊട്ടാരത്തിന്റെ വെയിലും മഴയും കൊണ്ട് കറുത്ത കല്ലുകൾക്കിടയിൽ വിഷപ്പാമ്പുകൾ പുളച്ചിരുന്നു. അവിടെ ബ്രഹ്മരക്ഷസിന്റെ സാന്നിധ്യമുണ്ടെന്നും രാത്രിയിൽ തീയും പുകയും നിലവിളിയും കേൾക്കാറുണ്ടെന്നും കള്ളക്കഥകൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആരും അങ്ങോട്ട് പോയില്ല. കഥകൾ അറിയാത്തവർക്ക് ഭയമുണ്ടാകില്ല. അവരെ സംബന്ധിച്ച് എല്ലായിടവും ഒരുപോലെ ആയിരിക്കും. ചുവരെഴുത്തിലെ സേഡു എന്താണെന്ന് ഭക്തവത്സലൻ മാഷെ പോലെയുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്തു. ഗൗഡസാരസ്വതരുടെ വിശിഷ്ടമായ ഒരു പലഹാരമാണതെന്നും താൻ പലവട്ടം കഴിച്ചിട്ടുണ്ടെന്നും മാഷ് ആധികാരികമായി അഭിപ്രായപ്പെട്ടു. ഏതോ ഒരു ജൻസി ഗൂഗിളിൽ നിന്നും അത് കന്നഡ വാക്കാണെന്നും അതിൻ്റെ അർത്ഥം പ്രതികാരമാണെന്നും കണ്ടുപിടിച്ച് പോസ്റ്റ് ചെയ്ത ശേഷം ആ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റായി. അതെഴുതിയത് നടരാജനാണെങ്കിൽ അയാൾ പ്രതികാരത്തിനു തന്നെയായിരിക്കും വേഷം മാറി നടക്കുന്നത്. എങ്കിൽ ആ പ്രതികാരം മുഴുവൻ കൂളിക്കുന്നുകാരോടുമായിരിക്കുമെന്നും എന്തു വില കൊടുത്തും അത് തടയണമെന്നും ഉടൻ മാഷ് എല്ലാ ഗ്രൂപ്പുകളിലും ശബ്ദ സന്ദേശമിട്ടു. അതുകേട്ട് ടൗണിൽ സിമന്റ് കച്ചവടം നടത്തുന്ന എരീക്കര സജീവനും അവന്റെ അതിഥി തൊഴിലാളി ഒറീസക്കാരൻ ഠുക്കണ്ണയും വയറു നിറയെ കുടിച്ച മദ്യത്തിന്റെ ബലത്തിൽ ആ പുരാതന സ്ഥലത്ത് നടരാജൻ എന്തു ചെയ്യുന്നു എന്നു കാണാൻ പതുങ്ങിച്ചെന്നു. വലിയ തീക്കുണ്ഠത്തിനു മുന്നിൽ ചമ്രം പടിഞ്ഞ് നഗ്നനായി 2 അടിയോളം വായുവിൽ ഉയർന്ന് തപസ്സിരിക്കുന്ന അയാളെ അവർ കണ്ടെന്ന് പിറ്റേന്ന് കുന്നു മുഴുവൻ കഥ പരന്നു. ഞാൻ കാണാൻ ചെന്നപ്പോൾ സജീവൻ തീ പോലെ പൊള്ളുന്ന പനി പിടിച്ചു കിടക്കുകയായിരുന്നു. പൂജാമുറിയിലാണ് കിടക്കുന്നത് എന്നതുകൊണ്ട് എനിക്കവനെ കാണാൻ പറ്റിയില്ല. പക്ഷേ അവന്റെ ജ്വരമൂർച്ചയോടെയുള്ള മൂളലും പരപ്പു പറയലും കേട്ടു. ആ മുറിയുടെ വാതിൽക്കൽ ചെന്നപ്പോൾ അവന്റെ അമ്മ എന്നെ തറപ്പിച്ചു നോക്കി. റഫീഖിനൊന്നും തോന്നറ്, പണ്ട് നിങ്ങളെ ആൾക്കാരാ ഈ കളത്തിലും കൂടി കേറ്റൂല. സജീവന്റെ ചേട്ടൻ സഹദേവൻ എന്റെ കൈപിടിച്ച് പുറത്തേക്ക് നടത്തി. എനിക്ക് ഹിന്ദി അറിയാത്തതിനാൽ ഠുക്കണയെ കണ്ടിട്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. 4-ാം നാൾ ഠുക്കണ സഹദേവന്റെ ഭാര്യയോടൊപ്പം ഭുവനേശ്വർ എക്സ്പ്രസിൽ നാടുവിട്ടതോടുകൂടി നടരാജന് ദിവ്യശക്തിയുണ്ടെന്നും അയാളുടെ വരവ് എന്തോ ലക്ഷ്യം വച്ചാണെന്നും കുന്നുമ്മലുള്ള എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ മൂക്കൻ വളപ്പിൽ ഭക്തവത്സലൻ മാഷ് അതിനെ ചിരിച്ചു തള്ളി. ഏതോ ഭ്രാന്തനെ മഹാനാക്കുന്ന കൂളിക്കുന്നുകാരുടെ വിവരമില്ലായ്മയെ പരിഹസിച്ച് അയാൾ ഫേസ്ബുക്കിൽ കവിത എഴുതി. നാറുന്ന ഭ്രാന്തിന്റെ ഭാണ്ഡത്തിനുള്ളിൽ ചേറുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രം, കുന്നിൻ മുകളിലെ കൂപജന്മങ്ങൾ, കുണ്ടുകിണറ്റിലെ മാക്രികൾ ഭേദം. ചുവരെഴുത്തുകൾ തന്റെ രാഷ്ട്രീയ എതിരാളികളുടെ അഭ്യാസങ്ങൾ മാത്രമാണെന്നും എവിടെ നിന്നോ വന്ന ഭ്രാന്തനെ ആളുകൾ കരുവാക്കുകയാണെന്നും മാഷ് അതിനൊപ്പം എഴുതി. അതിന്റെ 3-ാം നാൾ കൈരളി ഹോട്ടലിലെ വെപ്പുകാരൻ ഉമേശൻ കൈ കടയും വരെ വരട്ടി രുചിച്ചു നോക്കിയ ശേഷം കുരുമുളക് പൊടി വിതറി ഒന്നുകൂടി മൂപ്പിച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ചേർത്ത് വെളിച്ചെണ്ണ താളിച്ച ബീഫ് ഫ്രൈ റെഡിയാക്കി തിരിഞ്ഞു നോക്കിയത് നടരാജന്റെ മുഖത്തേക്കായിരുന്നു. അപ്പോൾ പ്രത്യക്ഷപ്പെട്ടതുപോലെ അയാൾ ബീഫ് വച്ച പാത്രത്തിലേക്ക് ഉറ്റുനോക്കി നിന്നു. അതിലേക്ക് ചൂണ്ടി വേണമെന്ന് ആംഗ്യത്തിൽ പറഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഉമേശൻ ഒന്ന് പകച്ചെങ്കിലും തന്റെ പാചക വൈദഗ്ധ്യം കൊണ്ടാണ് അയാൾ മണം പിടിച്ച് അവിടെ എത്തിയതെന്ന തെറ്റിദ്ധാരണയിൽ ചോറ് വിളമ്പാനായി വെട്ടിവച്ച വാഴയിലകളിൽ ഒന്നെടുത്ത് ബീഫ് പൊതിഞ്ഞ് അതിനു പുറത്ത് അന്നത്തെ പത്രം കൊണ്ട് ആവരണമിട്ട് നടരാജന് കൊടുത്തു. അയാൾ ഉടനത് ഹോട്ടലിന്റെ ഓലമേഞ്ഞ മേൽക്കൂരയുടെ കെട്ടിനുള്ളിൽ തിരുകി. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ നിന്ന ഉമേശന് ആവശ്യത്തിലധികം കാശുകൊടുത്ത് അയാൾ നടത്തം തുടർന്നു. എന്തോ കൂടോത്രമാണതെന്നും തന്റെ കച്ചവടം പൊളിയാൻ പോകുന്നെന്നും ഭയന്നെങ്കിലും മെടഞ്ഞുകെട്ടിയ ഓലക്കീറുകൾക്കിടയിൽ തൊടാൻ അയാൾക്കോ കൂളിക്കുന്നിലെ മറ്റാർക്കുമെങ്കിലോ ധൈര്യമുണ്ടായില്ല. പിറ്റേന്ന് ഉമേശൻ നീണ്ട അഭ്യാസത്തിനു ശേഷം അടിച്ചെടുത്ത പൊറോട്ട വെന്തു വന്നപ്പോൾ നടരാജൻ ഓലപ്പുരയുടെ ചെരുതിലെ ബീഫ് തേടി വന്നു. 6 പൊറോട്ടയും 1 ദിവസം പഴക്കമുള്ള ബീഫ് ഫ്രൈയും തിന്ന് അയാൾ വെയിലിലേക്കിറങ്ങി. അന്നു പാതിര കഴിഞ്ഞപ്പോൾ നടരാജന്റെ നേർക്ക് ആരോ കല്ലുകളും മരക്കഷണങ്ങളും എറിഞ്ഞു. ഏറുകൊണ്ട് പേയിളകിയ മൃഗത്തെപ്പോലെ അയാൾ ആർത്തു കരഞ്ഞപ്പോൾ അക്രമികൾ ഇരുട്ടിലേക്ക് ഓടിപ്പോയി. പിറ്റേന്ന് കൊട്ടാരത്തിന്റെ അടിത്തറയിൽ നിന്നും ഇളകിയ വലിയ കരിങ്കൽ പടുതിയുമായി നടരാജൻ കൂളിക്കുന്നിലൂടെ ആരെയോ അന്വേഷിച്ചു നടന്നു. ഇതറിഞ്ഞ് അയാളെ കല്ലെറിഞ്ഞ ചെറുപ്പക്കാർ പേടിച്ച് അന്നുതന്നെ തലക്കാവേരിക്ക് നാടുവിട്ടു.
പേരോ ഊരോ അറിയാത്ത ഒരു ഭ്രാന്തനെ പേടിച്ച് നാടുവിടാൻ മാത്രം ഭീരുവല്ലെന്ന് തെളിയിക്കാൻ ശ്രമിച്ച പോത്തിന്റെ ബൈജുവിനാണ് ആദ്യമായി അയാളുടെ ഭ്രാന്ത് എത്രത്തോളമുണ്ടെന്ന് അറിയാനായത്. വളരെ ദൂരത്തു നിന്നും തന്നെ അയാൾ അവനെ തിരിച്ചറിഞ്ഞത്രേ. അയാൾ അടുത്തെത്തുന്നതുവരെ അവൻ കൂസലൊന്നുമില്ലാതെ മൊബൈലിൽ റീൽസും കണ്ട് അമ്പലക്കാരൻ്റെ ചായക്കടയുടെ മുന്നിലിട്ട ബെഞ്ചിലിരുന്നു. ബൈജുവിനെ കണ്ടതും വെകിളി പിടിച്ച ഒരു കാളയുടെ ശബ്ദം അയാളിൽ നിന്നും പുറത്തു വന്നു. അത് കൂളിക്കുന്നിൽ എല്ലായിടത്തും പ്രതിധ്വനിച്ചു. പക്ഷേ ഓടി അടുത്തെത്തിയപ്പോൾ കയ്യിലെ കല്ല് പതിയെ നിലത്തുവച്ച് അയാൾ അവനെ തൊഴുതു. അന്തം വിട്ടു നിൽക്കുന്ന അവനു മുന്നിൽ സാഷ്ടാംഗം വീണ് അല്പനേരം കൈകൂപ്പി കിടന്ന ശേഷം അയാൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ കല്ലുമെടുത്ത് നടന്നുപോയി. അപ്പോഴേക്കും പേടിച്ച് അവൻ്റെ മൂത്രം പോയിരുന്നു. കുറ്റബോധവും നാണക്കേടും കൊണ്ട് അവൻ ബൈക്കിൽ കയറി പാണത്തൂർ റൂട്ടിൽ ലക്ഷ്യമൊന്നുമില്ലാതെ ഓടിച്ചുപോയി. അവസാനം ഏതോ കാട്ടുമുക്കിൽ വെച്ച് ഇന്ധനം തീർന്നപ്പോൾ അവൻ വീട്ടുകാരെ വിളിച്ച് രക്ഷിക്കണേ എന്നു കരഞ്ഞു. അന്നു മുതൽ നടരാജനെ ആളുകൾ ഭക്തിയോടും ഭയത്തോടും കാണാൻ തുടങ്ങി. അന്നു രാത്രിയാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് നടരാജൻ വീട്ടിലേക്ക് കയറി വന്നത്. തണുത്തു വരണ്ട കാറ്റുവീശുന്ന ഒരു പാതിരയായിരുന്നു അത്. അതുപോലുള്ള ദിവസങ്ങളിൽ വൈകുന്നേരമായാൽ എന്നെ പ്രസവിച്ചയുടൻ ഞങ്ങളെ വിട്ടുപോയ ഉമ്മയെക്കുറിച്ചോർത്ത് ഉപ്പ വേവലാതിപ്പെട്ട് താഴേക്ക് നോക്കിയിരിക്കും. പടിഞ്ഞാറേ ആകാശം ചുവന്നു രക്താഭമാവാൻ തുടങ്ങിയാൽ ഉപ്പ കരയും എന്നറിയുന്നത് കൊണ്ട് പലതും പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. നീ ബേജാറാവണ്ട, ഞാന് ബന്നറ. ഏടെ പോയാലും നിന്റെ ഉമ്മാനെ നനച്ചിട്ടുള്ള പോഞ്ഞാറ് മുണ്ടിനു പറ്റിയ വായക്കറ പോലെ ഉണ്ടാവും. അസ്തമയത്തിൽ നിന്നും മുഖം തിരിച്ച് ഉപ്പ മുറിയിലേക്ക് നടന്നു. ഇക്കിരാൻ കൊട്ടാരത്തിൽ വന്നു കിടക്കണ ആളെ നീ കണ്ടിനാ? വർഷങ്ങളായി പുരയിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഉപ്പ എങ്ങനെ അയാളെക്കുറിച്ചറിഞ്ഞു എന്ന് എനിക്ക് അതിശയം തോന്നിയില്ല. ഇത്തരം കഥകൾക്ക് സഞ്ചാരശേഷിയുണ്ട്. കണ്ടിനി, ഞാൻ പറഞ്ഞു. അന്ന് പുലർച്ചെ കലാസമിതിയിലേക്ക് കയറി വന്ന് വെളിച്ചം തോട് സോനയെ രക്ഷിച്ചത് അയാൾ തന്നെയാണോ എന്ന് അപ്പോൾ എനിക്ക് സംശയം തോന്നി. നെഞ്ചിൽ മുട്ടുന്ന താടിയും ജടനിറഞ്ഞ തലയുമുള്ള ഒരാളായിരുന്നില്ല അത്. അതാരെന്നറിയോ നിനക്ക്? ഉപ്പ രഹസ്യം പോലെയാണ് എന്നോട് ചോദിച്ചത്. ഞാൻ അറിയില്ലെന്ന ഭാവത്തിൽ ഉപ്പയെ നോക്കി. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ഉപ്പയെ കട്ടിലിലേക്ക് പിടിച്ചു കിടത്താൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം എൻ്റെ കൈ തട്ടി മാറ്റി ഇറയത്തെ തിണ്ണയിലേക്ക് നടന്നു. അവിടെ നിന്ന് നോക്കിയാൽ ഇരുണ്ടുവരുന്ന ആകാശത്തിനു കീഴെ കൂളിക്കുന്നിൻ്റെ താഴ്വാരം വിശാലമായി കാണാം. ഉപ്പ താഴെ എവിടേക്കോ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറയാൻ തുടങ്ങി. അത് മുതലകടിയൻ രാമനാന്ന്. ഉപ്പയുടെ പറച്ചിലിന് വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേയില്ല എന്നതുകൊണ്ട് അതൊരു സങ്കല്പ കഥാപാത്രമാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു. കൂളിക്കുന്നിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത അറബികളെക്കുറിച്ചുള്ള കഥകൾ വരെ ഉപ്പ പറയാറുണ്ട്. കഥയിൽ അവർ കല്ലൂരാവി കടപ്പുറത്ത് കപ്പലിറങ്ങി കഴുതപ്പുറത്ത് നിലാവ് നോക്കി കൂളിക്കുന്നിൽ വരും. അതുപോലെ കഥ പ്രതീക്ഷിച്ച് ഞാൻ ഉപ്പയുടെ അടുത്തിരുന്നു. ഓ, നിങ്ങൾക്കായിരിക്കും ഓനെ അറിയില്ല. നമ്മെല്ലാം ഒരു കൂച്ചായിരുന്നു. പണ്ട് മൂക്കൻ വളപ്പിലെ അമ്പൂക്കൻ്റെ മോൻ ഒതേനൻ ഈടുന്ന് കുറേ ആളെ ചിക്കമംഗലൂരിലെ ഓട്ട് കമ്പനിയിൽ പണിക്ക് കൊണ്ടോയിനി. അന്ന് ഓനാടത്തെ മാനേജറാന്ന്. മുതലകടിയൻ രാമനും വേറൊരു കോരനും ഒന്നിച്ചാന്ന് പോയത്. രണ്ടാളും നല്ല റബ്ബറിൻ്റെ പന്ത് പോലെ എറിഞ്ഞാ തെറിക്കുന്ന പ്രായം. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കോരൻ്റെ വീട്ടിലേക്കൊരു കമ്പി വന്നു. അമ്മാവൻ കുണ്ടാരനും ബന്ധക്കാരും ചിക്കമംഗലൂർ എത്തുമ്പക്ക് കോരൻ്റെ ശരീരം പുഴുവരിച്ചു തുടങ്ങിയിരുന്നു. മൂക്കൻ വളപ്പിലെ ഒതേനനെയോ രാമനെയോ ആടെ കണ്ടില്ല. ഭാഷയറിയാത്ത ആ നാട്ടുകാർ മരുമോൻ്റെ ശരീരത്തോട് യാതൊരു സഹതാപവും കാണിക്കുന്നില്ലെന്ന് കുണ്ടാരനു മനസ്സിലായി. അയാൾ അവിടെയുണ്ടായിരുന്ന മലയാളികളോട് കരഞ്ഞു കാല് പിടിച്ചു. എന്താ സംഭവിച്ചതെന്ന് ഓൻ്റെ അമ്മേനോട് പറയാനാന്ന്. ചുട്ടെടുത്ത ഓടുകൾക്കിടയിൽ വലിഞ്ഞു മുറുകി നിന്ന മനുഷ്യർ ഒന്നയഞ്ഞു. കുടുംബപരമായി കിട്ടിയ സാമർഥ്യം കൊണ്ട് മുതലാളിയുടെയും മറ്റും പ്രിയപ്പെട്ട ആളായിരുന്നു ഒതേനൻ. അതുകൊണ്ടുതന്നെ കമ്പനിയുടെ നിയന്ത്രണം അയാളുടെ കയ്യിലാണ്. എന്നിട്ടും രാമനോടും കോരനോടും അയാൾ സൗഹൃദം കാട്ടി.
ഒരു ദിവസം കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് മുതലാളിയെ ഏൽപ്പിച്ച പണം മാനേജറുടെ മുറിയിൽ നിന്ന് കാണാതായി. പെരുതി പെരുതി തളർന്ന ഒതേനൻ ചങ്ങാതിമാരെ സംശയമുണ്ടെന്ന് മുതലാളിമാരോട് പറഞ്ഞു. അവരുടെ ആളുകൾ രണ്ടിനെയും കെട്ടിയിട്ട് തല്ലി പരിപ്പെടുത്തു. കോരൻ ആടെ കിടന്ന് ചത്തു. അവസാനം രാമൻ കുറ്റം സമ്മതിച്ചു. പണം ദൂരെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓൻ അവരെയും കൂട്ടി കൊല്ലൂര് പോന്ന വഴിക്ക് കാട്ടിലൂടെ കൊണ്ടുപോയി. ഒരു കുന്നിൻ്റെ പള്ളക്കെത്തിയപ്പോൾ ഉരുണ്ട് പെരണ്ട് ഓടി രക്ഷപ്പെട്ടു. ആ ദേഷ്യം പാവം കോരന്റെ ശവത്തിനോട് വരെ തുളുവന്മാര് കാണിച്ചു. കൂട്ടുകാർ ചെയ്ത ചതിയിൽ മനം നൊന്ത് ജോലി മതിയാക്കിയെന്ന നാടകം കളിച്ച് ചിക്കമംഗലൂരു വിട്ട ഉദയനൻ കുറേ കാലം നാട്ടിലേക്ക് വന്നതേയില്ല. പിന്നെ പഴയതെല്ലാം കഥയായി മാറിയപ്പോൾ ഒരു ദിവസം വലിയ ഒരു കാറിൽ ഓൻ വന്നു. ഓൻ പിന്നെ കോട്ടച്ചേരി ടൗണിലെ വലിയ കച്ചവടക്കാരനായി. അയാളാണ് രാമവിജയം സ്കൂളിലെ മൂക്കൻ വളപ്പിൽ ഭക്തവത്സലൻ മാഷിന്റെ അച്ഛൻ ഒതേനൻ മൂസേർ. രാമനെ പിന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ല. മംഗലാപുരത്ത് പ്രാന്താസ്പത്രിയിലുണ്ടെന്നും അല്ല ജയിലിലാണെന്നും കേട്ടിനി. പറഞ്ഞു പറഞ്ഞ് തൊണ്ട അടഞ്ഞപ്പോൾ ഉപ്പ ചുമക്കാൻ തുടങ്ങി. ഉറങ്ങുന്നതുവരെ ആ ചുമ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു. ഉറങ്ങിയെന്നായപ്പോൾ ഞാൻ കട്ടിലിനു താഴെ പായ വിരിച്ചു കിടന്നു. ഏതോ അറിയാത്ത ദേശത്ത് പണിക്ക് പോയ രണ്ടുപേർ എൻ്റെ തലയ്ക്കു ചുറ്റും വട്ടം കറങ്ങി. ഉറക്കം വന്നു കണ്ണുകൾ അടയാറായപ്പോൾ ഉപ്പയുടെ ശബ്ദം വീണ്ടും കേട്ടു. ആമിന, ചൊറങ്ങിയ മുത്തേ? ആ മൂളൽ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഉമ്മയാണോ അത്? കുന്നുമ്മ ഒരുത്തൻ വന്ന് കുഴപ്പം കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അതാരീന്ന് നിനക്കറിയോ? ആരീ? എന്റെ നെഞ്ചിടിപ്പ് കൂട്ടി വീണ്ടും സ്ത്രീ ശബ്ദം. എന്നോട് പറഞ്ഞ കഥകൾ ഉമ്മയോടൊന്നുകൂടി പറയുന്നത് കേൾക്കാൻ ഞാൻ ചെവികൾ കൂർപ്പിച്ചു കിടന്നു. അത് നമ്മളെ കണ്ടം വിട്ട രാഘവനല്ലേ, രാമവിജയം സ്കൂളിലെ പഴയ ശിപ്പായി? അതെയോ? അതിശയം ആ വാക്കുകളിൽ മുഴങ്ങി കേട്ടു. ഓന്റെ പണി കളഞ്ഞിനി മൂക്കൻ വളപ്പിലെ ഉദയനന്റെ മോൻ ഭക്തവത്സലൻ മാഷല്ലേ? അതെന്തെന്ന് കിസ്സ, നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞിറ്. ഉമ്മ കൊച്ചുകുട്ടിയെ പോലെ ചിണുങ്ങി. കിസ്സ വല്ല കിസ്സയാന്ന്. രാഘവൻ പ്യൂണായി പണിയെടുക്കുന്ന കാലത്താന്ന് ഭക്തവത്സലൻ മാഷിന്റെ ബീഡറ് ടീച്ചറായിട്ട് സ്കൂളിൽ വരുന്നത്. അന്ന് ഓറെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അധികം പഠിപ്പൊന്നുമില്ലാത്ത ഒരു അനിയനുണ്ട് ഈ മാഷക്ക്. ഒരു പയന്താൻ. ഓന് പ്യൂണിന്റെ പണി ശരിയാക്കി കൊടുക്കണമെന്ന് മാഷക്ക് നല്ല ആശയുണ്ടായിനി. അപ്പോഴാണ് മാനേജറെ ബന്ധം പറഞ്ഞ് രാഘവൻ വരുന്നത്. ഓനെ എങ്ങനെയെങ്കിലും ആടുന്ന് ഓടിക്കാൻ നോക്കി നിൽക്കുമ്പോഴാണ് ടീച്ചർ വന്നത്. ഓറാണെങ്കിൽ നല്ല മുഞ്ചുള്ള ഒരു പെണ്ണ്. രാഘവന് മാഷ് പറഞ്ഞു മൂപ്പിച്ചു. രാഘവ, ആ പുതിയ ടീച്ചർക്ക് നിന്നെ ഒരു നോട്ടം ഉണ്ടല്ലോ. നീ ഏടെ പോയാലും ഓള് നിന്റെ പയ്യെ ആന്നല്ല. നടക്കട്ടെ മോനെ. കുറച്ചു കാലം ആ പാവത്തിനെ മൂപ്പിച്ചപ്പോ ഓനും തോന്നി ടീച്ചർക്ക് ഓനെ കാണുമ്പോ എന്തോ ഉണ്ടെന്ന്. ഓളെ കണ്ണപ്പോ മീന് പോലെ പെടക്കുന്നുണ്ടെന്ന്. ഓൻ നല്ല ലാവളിച്ചം പോലത്തെ മുഹബത്തിലായെൻ്റെ ആമിന. വീണ്ടും ഉമ്മ വയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ എനിക്ക് നാണം വന്നു. എന്നിട്ട് ഉമ്മയും എന്നെ പോലെ തന്നെ കഥ കേൾക്കാൻ അക്ഷമയാണ്. എന്നിട്ട് എന്താവാൻ, ഒരു ദിവസം ഭക്തവത്സലൻ മാഷ് വന്ന് രാഘവനോട് പറഞ്ഞു, രാഘവ കെണിഞ്ഞല്ലോടാ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വരുന്ന വൈക്കുന്ന് ഓളോട് എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു. രാഘവൻ അത് കേട്ടപ്പോ വെപ്രാളം കൊണ്ട് കുഴഞ്ഞു. അപ്പൊ ഓള് പറയുന്ന കാര്യമെല്ലാം ശരിയെന്നെ മാഷേ, നല്ല തങ്കം പോലത്തെ മനുഷ്യൻ എന്നെ. പക്ഷേ ഒരു ശിപ്പായിനെ മംഗലം കഴിക്കുന്നതിനേക്കാളും നല്ലത് പണിയൊന്നും ഇല്ലാത്ത ഒരാളെ കഴിക്കുന്നതല്ലേ. കൃഷി ആണെങ്കിലും പറയാലോ, നമ്മളെ കാര്യത്തിനെല്ലാം കിട്ടിയും ചെയ്യും. പാവം രാഘവൻ സങ്കടത്തിന്റെ കിടങ്ങില് വീണുപോയി. അന്നുവരെ കള്ളോ ബീഡിയോ തൊടാത്ത ഓൻ അന്നു രാത്രി കുടിച്ച തെരഞ്ഞു. ഭക്തവത്സലൻ മാഷ് ഓനെ ഒഴിച്ചു കൊടുക്കുകയും പ്യൂണിന്റെ പണി വിട്ടിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ ഉപദേശിക്കുകയും ചെയ്തു. പിറ്റേന്ന് ഹെഡ്മാഷക്ക് രാജി എഴുതി കൊടുത്ത് രാഘവൻ എങ്ങോട്ടോ പോയി. പുതിയൊരാളായി വരാൻ മൂകാംബിയിലും ധർമ്മസ്ഥലത്തും പോയി കുളിച്ചു തൊഴുതു.
ഓൻ തിരിച്ചു വന്നപ്പോൾ കൂളിക്കുന്നുകാർ ഓനെ നോക്കി മൂക്കത്ത് വിരല് വെച്ചു. രാഘവൻ ചെല്ലുമ്പോൾ ടീച്ചർ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിനി. കാര്യം കേട്ടപ്പോൾ ഓള് പേടിച്ചു പോയി. ആ പാവം അതൊന്നും അറിഞ്ഞിട്ടില്ല. മാത്രല്ല ഓളെ മംഗലം ഇതേ ഭക്തവത്സലൻ മാഷുമായിട്ട് പറഞ്ഞുറപ്പിക്കുകയും ചെയ്തിന്. എന്നിട്ടോൻ ആ ദജാലിനെ ഒന്നും ചെയ്തിട്ടേ. ടീച്ചറെ വീട്ടിൽ നിന്ന് ഓൻ നേരെ ഭക്തൻ മാഷെ നോക്കിപ്പോയി. വഹിക്കുന്ന ആൾക്കാരെല്ലാം ഓനെ നോക്കി ചിരിച്ചു. കയ്യാല മറവെന്ന് ആരോ കൂക്കി വിളിച്ചു. അവസാനം മാഷിന്റെ വീട്ടിലെത്തിയപ്പോ ഓന് ഒന്നും തിരിയാണ്ടായി. മാഷ് പുറത്തേക്ക് വന്നപ്പോ രാഘവൻ അയാളെ നോക്കി ചിരിച്ചു. മാഷേ, സുഖല്ലേ? വീട്ടിലെല്ലാരിക്കും സുഖല്ലേ? എന്നിട്ട് തിരിഞ്ഞു നടന്നു. ഓ, അങ്ങനെയാവും ഭ്രാന്തായത്. അല്ലെങ്കിലും മൊഹബത്തിലായ ആണുങ്ങൾക്കെല്ലാം ഭ്രാന്തല്ലേ? ഉമ്മ പറഞ്ഞത് കേട്ട് ഉപ്പ ചിരിച്ചു. നിങ്ങള് ചിർക്കണ്ട, എന്നെ ഒരു വഴിക്ക് പോവാൻ വിട്ടിന പണ്ട്. ആമിന മൊഹബത്ത് എന്നും പറഞ്ഞ് വയ്യേ കൂടിയിട്ട്. അപ്പോൾ ഉപ്പയുടെ ചിരി ഉച്ചത്തിലായി. ശേഷം അവിടെ നിശബ്ദത നിറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുവരെ ഉമ്മയെ കണ്ടിട്ടില്ലല്ലോ എന്ന് എനിക്ക് ബോധോദയമുണ്ടായി. പക്ഷേ എഴുന്നേറ്റാൽ അവരെ മകൻ കാണാൻ പാടില്ലാത്ത തരത്തിൽ കാണേണ്ടി വരുമെന്ന് പേടിച്ച് ഞാൻ മൂടിപ്പുതച്ചു കിടന്നു. ഉറക്കത്തിനിടയിൽ മന്ത്രോച്ചാരണം പോലെ ഉപ്പയുടെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. അതിൽ ഭ്രാന്തനെക്കുറിച്ചുള്ള വേറെയും കഥകളുണ്ടാകാം. കൂളിക്കുന്നുകാരോട് കഥ പറഞ്ഞാണ് ഉപ്പ ഭ്രാന്തൻ മമ്മൂഞ്ഞിയായത്. കഥകളുടെ പല ആഖ്യാനങ്ങൾ കേട്ട് അത് ഭ്രാന്തല്ലാതെ വേറൊന്നുമല്ല എന്ന് തോന്നിയ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കഥകൾ പറയുന്നതിനേക്കാൾ അത് കേൾക്കാനാണല്ലോ കഴിവ് വേണ്ടത്. പാതിര കഴിഞ്ഞപ്പോൾ എന്തോ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിയുണർന്നു. രാത്രി തണുപ്പും ചീവീടുകളുടെ ഒച്ചയുമായി മുറിക്കകത്തേക്ക് വരുന്നതറിഞ്ഞ് ജനാലയടയ്ക്കാനായി ഞാൻ എഴുന്നേറ്റു. ഉപ്പ ഉമ്മയ്ക്കുള്ള സ്ഥലം ഒഴിച്ചിട്ട് നിസ്സഹായനായി കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. ജനലിലൂടെ നോക്കിയപ്പോൾ നിലാവിന്റെ പാടയും കോടയും കലർന്നതിലേക്ക് വീണുകിടക്കുന്ന മരങ്ങളുടെ നിഴലുകളിൽ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് തോന്നി. നടരാജൻ വരച്ചതെന്ന് ഞങ്ങൾ കരുതിയ ചിത്രത്തിലെ മൃഗത്തിന്റെ കണ്ണുകൾ പോലെ അയാളുടേതും തിളങ്ങുന്നുണ്ടോ? പേടി തോന്നിയെങ്കിലും ഞാൻ പുറത്തിറങ്ങി. മുറ്റത്തെ വെളിച്ചം നിഴലുകളിൽ ചെന്നു മുട്ടുന്നിടത്ത് വലിയ ഒരു കല്ലിനു മുകളിൽ ആകാശം നോക്കിയിരുന്ന അയാളെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. വെളിച്ചം തെളിച്ചതിന്റെ അലോസരത്തോടെ അയാൾ എഴുന്നേറ്റു. അയാൾ അരമാത്രം മറയ്ക്കുന്ന ചെറിയ ഒരു തുണി മാത്രമേ ധരിച്ചിട്ടുള്ളൂ. ആദ്യ ദിവസത്തിൽ കണ്ടതുപോലെ വൃത്തിയുള്ള ശരീരവും ഒറ്റ രോമം പോലുമില്ലാത്ത തലയും താടിയുമാണ് ഇപ്പോൾ അയാൾക്കുള്ളത്. നെറ്റിയിൽ കല്ലേറുകൊണ്ടതാകണം ഒരു മുറിവ് പൊറ്റകെട്ടി ചോര പൊടിഞ്ഞു കാണപ്പെട്ടു. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഞങ്ങൾക്കിടയിൽ തണുത്ത കാറ്റ് വീശി. ഇപ്പോൾ അയാൾ വളരെ അടുത്താണ്. ആ മുഖം എനിക്കൊരിക്കലും മറക്കാത്ത വിധം തെളിഞ്ഞു കാണാം. മമ്മൂഞ്ഞി ഉറങ്ങിയ പഴയ ഏതോ കാലത്തു നിന്നും വരുന്നതുപോലെ ആ ശബ്ദം എൻ്റെ മുന്നിൽ പൊട്ടിച്ചിതറി. പരുക്കനും ചിലമ്പിച്ചതുമായിരുന്നു അത്. അയാളുടെ ശബ്ദം ഞാൻ കേട്ടെന്ന് എനിക്ക് അപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉപ്പ പറഞ്ഞ കഥ സത്യമായിരിക്കുമോ? അദ്ദേഹം എന്നോട് പറഞ്ഞ കഥയാണോ അതോ ഉമ്മയോട് പറഞ്ഞതാണോ ശരി? അതോ രണ്ടും രണ്ടു കാലത്തെ ശരികളാണോ? നാട്ടുകാർ പറയുന്നത് പോലെ ഉപ്പയ്ക്ക് ശരിക്കും ഭ്രാന്താണോ എന്ന് പോലും ഞാൻ സംശയിച്ചു. അന്തം വിട്ടു നിൽക്കുന്ന എന്നെ ഗൗരവത്തോടെ നോക്കി അയാൾ തുടർന്നു. ഞാൻ താഴത്തെ വയലെന്നാ വരുന്നത്. എൻ്റെ പേരിലുള്ള സ്ഥലത്തിന് പട്ടയം കിട്ടേണ്ട കടലാസ് പുതിയകോട്ട താലൂക്ക് ആഫീസിലുണ്ട്. ഓനോടത് ശരിയാക്കി തരാൻ പറയണം. അമ്പൂക്കൻ മൂസോർ അറിയാതെ വേണമെന്ന് പറയണം. ഓററിഞ്ഞ എനക്കത് കിട്ടൂല. അത്രയും പറഞ്ഞപ്പോൾ അയാൾ ഉദ്ദേശിച്ച മമ്മൂഞ്ഞി ഉപ്പയല്ലെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം എഴുത്തും വായനയും അറിയാത്ത വെറുമൊരു കഥ പറച്ചിലുകാരൻ മാത്രമാണ്. ഇതിരിക്കട്ടെ. അയാൾ ഭാണ്ഡത്തിൽ നിന്നും എന്തോ എടുത്ത് എനിക്ക് നേരെ നീട്ടി. അതെന്താണെന്ന് വെളിച്ചത്തേക്ക് പിടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പല ചിത്രങ്ങളുള്ള തീപ്പെട്ടിക്കൂടുകൾ. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ നിൽക്കെ അയാൾ പുകമഞ്ഞിനൊപ്പം ഇരുട്ടിനകത്തേക്ക് കയറി. അയാളുടെ പേരെന്താണെന്ന് ചോദിക്കാൻ തോന്നാത്തതിൽ എനിക്ക് കുറ്റബോധം തോന്നി. ശരിക്കും ഏതു കഥയിലാണ് അയാൾ ജീവിക്കുന്നത്? പുലർച്ചെയാണ് അതു സംഭവിച്ചത്. പകുതിയിലധികം കൂളിക്കുന്നുകാരും അപ്പോൾ ഗാഠയുറക്കത്തിലായിരുന്നിരിക്കണം.
പുലരാൻ തുടങ്ങിയിരുന്നെങ്കിലും തെളിഞ്ഞിട്ടില്ലാത്ത ഇരുട്ടിനെ പുഴ പോലെ ഒഴുകുന്ന കോട കൂടുതൽ ഇരുണ്ടതാക്കി. ആ സംഭവത്തിന്റെ വിവരണം ആളുകളെ ദിവസങ്ങളോളം ഭയപ്പെടുത്തുന്നതായിരുന്നു. നാട്ടുകാർക്കിടയിൽ ബഹുമാനിതനും പ്രതാപിയുമായ മൂക്കൻവളപ്പിൽ ഭക്തവത്സലൻ മാഷ് അയാൾക്കു മുന്നിൽ വാവിട്ടു കരഞ്ഞെന്നു കേട്ടപ്പോൾ ആ ഭീകരതയോർത്ത് ഞങ്ങൾ നടുങ്ങി. എന്താണ് നടക്കുന്നതെന്ന് അപ്പോഴും മനസ്സിലാകാതെ ടീച്ചർ മാഷിന്റെ കൈപിടിച്ച് പതുങ്ങി നിന്നു. മൊബൈൽ ടോർച്ച് വെട്ടത്തിൽ അക്രമിയുടെ കണ്ണിന്റെയും കയ്യിലെ കല്ലിന്റെയും മൂർച്ചകൾ തിളങ്ങി. ആ ചെറിയ വെളിച്ചത്തിൽ നടരാജന്റെ മുഖം മരം കൊണ്ടുണ്ടാക്കിയതാണെന്ന് തോന്നി എന്ന് ലേഖ ടീച്ചർ പിന്നീട് പറഞ്ഞു. അയാളുടെ കയ്യിൽ 2 പേർ ചേർന്നാൽ മാത്രം പൊക്കാൻ പറ്റുന്ന കല്ലുണ്ടായിരുന്നു എന്ന് മാഷ് വിറച്ചുകൊണ്ട് പറഞ്ഞു. പതിവ് പ്രഭാത നടത്തത്തിലായിരുന്നു ഭക്തവത്സലൻ മാഷും ലേഖ ടീച്ചറും. കുളിയന്തറയ്ക്കടുത്തെത്തിയപ്പോൾ പാറപ്പരപ്പിന്റെ അതിരിൽ ലാവ ഉറഞ്ഞു പടർന്നതുപോലെ വേരുകളുള്ള ഈഴച്ചമ്പക മരത്തിനടുത്ത് ഇരുട്ടിന്റെ തുടർച്ച പോലെ ഒരാൾ ഇരിക്കുന്നതായി ടീച്ചർക്ക് തോന്നി. പെട്ടെന്ന് ഒറ്റ ആയത്തിൽ ഓതിരം മറിഞ്ഞ് അയാൾ അവർക്ക് മുന്നിൽ വന്നു നിന്നു. ഞെട്ടി പിന്നോട്ട് മാറുമ്പോൾ മൊബൈൽ വെട്ടത്തിൽ തെളിഞ്ഞ അയാളുടെ മുഖവും കയ്യിലുള്ള കല്ലിന്റെ വലിപ്പവും കണ്ട് പേടിച്ചെങ്കിലും അയാൾ നഗ്നനാണെന്ന് മനസ്സിലായപ്പോൾ ടീച്ചർ നിലവിളിച്ചു. നടരാജൻ. പക്ഷേ മാഷ് വേറൊരു പേരാണ് വിളിച്ചത്. അതെന്താണെന്ന് ടീച്ചർക്ക് മനസ്സിലായില്ല. ഇയാൾക്ക് ഒറ്റ ആവശ്യമുണ്ടായിട്ടു റഫീക്കെ, മാഷിട്ട കുപ്പായവും മുണ്ടും. ആ പെരുവയ്ക്കുന്ന് അത് ഊരി വാങ്ങുമ്പോ അയാള് ചിരിച്ച ചിരി, ഹോ, പേടിച്ചെന്റെ കൊടല് മറിഞ്ഞു പോയി. പിന്നീട് ഞാൻ കണ്ട പലരും അന്നു രാവിലെ വലിയ ഒരു ചിരി കേട്ടാണ് ഉണർന്നത് എന്ന് പറഞ്ഞു. മാഷിന്റെ അടിവസ്ത്രമുൾപ്പെടെ ധരിച്ച ശേഷം അയാൾ ടീച്ചറോട് ക്ഷമ ചോദിക്കുന്നത് പോലെ തൊഴുതു. പിന്നെ ആദ്യമായി കൂളിക്കുന്നിലേക്ക് വന്നതുപോലെ പുകമഞ്ഞു നിറഞ്ഞ വഴിയിലേക്ക് മാഞ്ഞുപോയി. അപമാനിതനായ മാഷ് ഇനി കുറച്ചു കാലത്തേക്ക് വീടിന് വെളിയിൽ ഇറങ്ങില്ലായിരിക്കാം. വർഷങ്ങളോളം ഈ കഥ പല രീതിയിൽ ആളുകൾ പറഞ്ഞു നടക്കുമായിരിക്കും. പക്ഷേ അവരൊന്നും എൻ്റെ ഉപ്പ മമ്മൂഞ്ഞിയെപ്പോലെ ഭ്രാന്തനാവില്ല എന്നെനിക്കറിയാം. ഭൂമിയിൽ കഥകൾക്ക് പോലും വിവേചനമുണ്ട്. ആളുകൾ കൂടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ടീച്ചറോട് യാത്ര പറഞ്ഞിറങ്ങി. കുളിയൻ വളപ്പിലെ ഈഴച്ചമ്പകത്തിനടുത്തെത്തിയപ്പോൾ കൽത്തറയിൽ കുത്തി നിർത്തിയ ശൂലത്തിൽ നടരാജന്റെ ചെളിനിറമായ വസ്ത്രങ്ങൾ കൊടിക്കൂറ പോലെ ഇളകുന്നത് ഞാൻ കണ്ടു. അവ എടുത്തിട്ട് കൂവി വിളിച്ചുകൊണ്ട് കൂളിക്കുന്ന് മുഴുവൻ ഓടണമെന്ന് തോന്നിയെങ്കിലും ഞാൻ വേഗത്തിൽ പുരയിലേക്ക് നടന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.